കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും സമൃദ്ധമായി പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ്. ദൈവമേ, സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ജോസ് ആലിലക്കുഴി, വയനാട്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ജീവവൃക്ഷത്തെക്കുറിച്ചാണ്. ജീവവൃക്ഷം ബൈബിളിലുണ്ട്, അതേക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. കർത്താവ് സമൃദ്ധമായി നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11:27 ഒരു തിരുവചനം പറയുന്നുണ്ട്. ആ തിരുവചനം എന്താണെന്നറിയാമോ? ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുകയും അങ്ങയോട് കൃതജ്ഞത അർപ്പിക്കുകയും വേണമെന്ന് തന്നെ വിജ്ഞാപനമായിരുന്നു. അതാണ് ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്ന് തന്നെ വിജ്ഞാപനമായിരുന്നു. വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ കൽപ്പനയല്ലേ? രാജാക്കന്മാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് കൽപ്പനയാണ്. അപ്പോൾ ദൈവം ഒരു കൽപ്പന തരികയാണ്. നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കാൻ വേണമെന്ന വിജ്ഞാപനമായിരുന്നു. ഒരു വിജ്ഞാപനം തരികയാണ്. അത് ആദത്തിനും ഹവ്വയ്ക്കും കൊടുത്തൊരു വിജ്ഞാപനമായിരുന്നു. പക്ഷേ അവർ ശ്രദ്ധിക്കാതെ അവർ നന്മതിന്മയുടെ വൃക്ഷത്തെ പോയി പിടിച്ചു. ഹവ്വ പോയി പിടിച്ചു. ഈ പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഹവ്വ പോയത് നേരെ നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ അടുത്തേക്കാണ്, ഈ കാര്യം ചെയ്യാതെ. അതാണ് ശരിക്കും അവർക്ക് നന്മതിന്മയുടെ വൃക്ഷത്തിൽ അവിടെ സർപ്പത്തെ കാണുവാനും, സർപ്പം പറഞ്ഞു, നിങ്ങളിതൊന്ന് സ്പർശിച്ചു, നിങ്ങളിത് ഭക്ഷിച്ചു, അത് പറഞ്ഞത് നിങ്ങളെ ചതിക്കാനാണ് എന്നെല്ലാമുള്ള തിന്മയുടെ ശക്തികൾ കൊടുത്തു, വാക്കുകൾ കൊടുത്ത് അവരെ പാപത്തിലേക്ക് നയിച്ചു. ഇന്ന് ലോകം മുഴുവൻ നശിക്കാൻ കാരണം അതുകൊണ്ടാണ്. പ്രഭാതത്തിലുള്ള പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവം എനിക്ക് ബുദ്ധിമുട്ടുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ദൈവത്തിൻ്റെ തിരുവചനം പ്രഭാഷകൻ്റെ പുസ്തകം 4:17. ആദ്യം അവനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. ആദ്യം ഈ ജീവവൃക്ഷത്തെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പിടിക്കാൻ പോകുന്ന മനുഷ്യനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. കാരണം ഈ ക്ലിഷ്ടമാർഗം കൊടുക്കാത്തതുകൊണ്ടാണ് ഹവ്വായ്ക്ക് തെറ്റുപറ്റിയത്. ഹവ്വായ്ക്ക് തെറ്റുപറ്റാൻ കാരണം എന്നാണ് ഈ ക്ലിഷ്ടമാർഗം കൊടുത്തില്ല. കാരണം ദൈവം എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യന് കൊടുത്തു. ഈ ലോകത്തിലുള്ള സർവ്വസൃഷ്ടജാലങ്ങളും നിങ്ങൾ ഭക്ഷിക്കുകയോ തിന്നുകയോ അതുപോലെ ഫലങ്ങൾ ഭക്ഷിക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങൾ നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. അതിനു മുൻപ് പറഞ്ഞ കൽപ്പന അവർ ലംഘിച്ച് നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാനിടയായി. അങ്ങനെയാണ് ലോകം മുഴുവൻ പാപത്തിലേക്ക് പോകാനിടയായത്. പ്രിയപ്പെട്ടവരെ, അതാണ് പ്രഭാഷകന്റെ പുസ്തകം 4:17 പറയുക. അതുകൊണ്ട് മനുഷ്യനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കാൻ ദൈവം തീരുമാനിച്ചു. ആദ്യം അവനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കപ്പെടുന്നതിനാണ് ശക്തമായ ദൈവത്തിൻ്റെ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാനുഭവങ്ങളിലൂടെ നിന്നെയും നിങ്ങളെയും എന്നെയും ഒക്കെ നയിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യനാക്കി തീർക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു, ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒരു 18 വർഷത്തോളം, ഏകദേശം 18-20 വർഷത്തോളം ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കപ്പെട്ടു. 18 വർഷത്തിന് മുമ്പ് തന്നെ കർത്താവ് പല അനുഭവങ്ങളിലൂടെ ബോധ്യം തന്നു. പക്ഷേ ആ ക്ലിഷ്ടമാർഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വീണ്ടും ഇത് ദൈവത്തിൻ്റെ തന്നെ ഇടപെടലാണെന്ന് തോന്നി. ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. കുറേ കാലം ഓസ്ട്രേലിയയിൽ കർത്താവിൻ്റെ ശുശ്രൂഷക്കായിട്ട് പറഞ്ഞാൽ പ്രാർത്ഥനയും ദൈവവചന ശുശ്രൂഷയും ഒക്കെ ആയിട്ടായിരുന്നു ഞാൻ പോയത്. അങ്ങനെ അവിടെ പോയി 6 പ്രാവശ്യം ഓസ്ട്രേലിയയിൽ പോകാനിടയായി. ഈ 6 പ്രാവശ്യം ഞാൻ ചെയ്തത് എൻ്റെ ജീവിതം ഒരു ക്രിസ്തുമാർഗത്തിലൂടെ നയിച്ച് വലിയൊരു അനുഗ്രഹത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അതിനിടയ്ക്ക് ഇസ്രായേലിലെല്ലാം പോകാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. ഇസ്രായേലിൽ പോയി ദൈവത്തിൻ്റെ യേശുക്രിസ്തു ജനിച്ച പ്രദേശങ്ങളും ഇസ്രായേലിലെ എല്ലാ കാര്യങ്ങളും കാണുവാനും, മോശ മരിച്ച സ്ഥലം കാണുവാനും, ദൂരെ നിന്നാണ് കാണുന്നത് കേട്ടോ, അടുത്ത് പോയി കാണാൻ പറ്റുന്നില്ല. 2019 കൊറോണ സമയത്ത് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഞാനും ഒരു സഹോദരനും, വയനാട്ടിലുള്ള ഒരു സഹോദരനും കൂടി ചേർന്ന് ഞങ്ങൾ ഒരിക്കൽ വേളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയത്തിൽ ഞങ്ങൾ പോകുവാനും അവിടെ ഒരു റൂമെടുത്ത് താമസിച്ച് അവിടുത്തെ ചാപ്പലിൽ പോയി മുഴുവൻ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. അതിലൂടെ അങ്ങനെ മുഴുവൻ സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. ഇടയ്ക്ക് പോയി ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മാത്രമേ പോകാമായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ മലയാളം ദിവ്യബലിയിൽ പ്രഭാതത്തിൽ പോയി കാണുമായിരുന്നു. ഈ ബലിയുടെ സമയത്ത് കർത്താവ് എന്നോട് 2 കാര്യങ്ങൾ സംസാരിച്ചു. ആ 2 കാര്യങ്ങൾ ബലിയുടെ സമയത്ത്, പ്രധാനപ്പെട്ട സമയത്ത് കർത്താവിനോട് സംസാരിച്ചു. ഞാനത് മനസ്സിൽ സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് ചെന്ന് ബൈബിളൊക്കെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ അത് കൃത്യമായ കാര്യമാണ്.
ജ്ഞാനം 16:9-10 കർത്താവ് പറയാണ്, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൽ നിന്ന് സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചുതരണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേരിങ്ങനെ കുലുങ്ങി വരയ്ക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൽ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചുതരണമേ. എനിക്കറിയില്ല ജ്ഞാനം എന്താണെന്നും ജ്ഞാനം എങ്ങനെ മനുഷ്യന് പ്രവർത്തിക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ വന്നപ്പോൾ ദൈവം അതിന് ബോധ്യം തന്നു. ബൈബിൾ ഞാൻ തുറന്ന് വായിച്ചു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൽ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചുതരണമേ എന്ന് അന്ന് തുടങ്ങി ഇന്ന് വരെയും ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് വലിയ നിഗൂഢ രഹസ്യങ്ങൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരാറുണ്ട്. അതെല്ലാം സമയത്ത് കർത്താവ് അതിനുള്ള അവസരം തരുന്നതിന് പോലെ ഞാനത് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് കർത്താവ് ഒരു കാര്യം കൂടി സംസാരിച്ചു. അത് ജ്ഞാനം 9:17 അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു, അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും. ദൈവഹിതം അറിയണമെങ്കിൽ, ദൈവഹിതം അറിഞ്ഞ് മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് ജ്ഞാനത്തെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും നമുക്ക് തരണം. പ്രിയപ്പെട്ടവർ, അത് കിട്ടിയില്ലെങ്കിൽ ദൈവഹിതം എന്താണെന്ന് ഒരു മനുഷ്യനും അറിയാൻ കഴിയില്ല. ഈ ജ്ഞാനവും പരിശുദ്ധാത്മാവും നമ്മളിലേക്ക് ഉന്നതത്തിൽ നിന്ന് കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജീവവൃക്ഷത്തെ കൈവശപ്പെടുത്താത്തതാണ് മനുഷ്യകുലത്തിൻ്റെ സകല തകർച്ചയും കാരണം. വിവാഹ തടസ്സമുണ്ട്, കുടുംബജീവിതം തകർന്നു പോകുന്നു, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുന്നു, ആത്മഹത്യാ പ്രവണതകൾ വരുന്നു, അനേക പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആരാ കൊണ്ടുവരുന്നത്? സാത്താനാണ്. ദൈവത്തോട് ചേർന്ന് ജീവവൃക്ഷത്തെ പിടിച്ചു നയിക്കുന്നവന് അതിനാണ് ദൈവം ജീവവൃക്ഷത്തെ സ്ഥാപിച്ചത്. പിന്നീട് കർത്താവ് കെരൂബുകളെ സ്ഥാപിച്ചു. ആരും അങ്ങ് കടന്നു പോകരുത്. ആവശ്യമില്ലാത്ത നന്മതിന്മയുടെ വൃക്ഷത്തെ പിടിക്കുന്നവരൊന്നും കടന്നു പോകരുത്. അങ്ങനെ അവർ മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ കെരൂബുകളെ സ്ഥാപിച്ചു, വാളും സ്ഥാപിച്ചു. ആർക്കും പെട്ടെന്ന് കടന്നു പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവരെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിച്ച് അവരെ ഇത് പഠിപ്പിച്ച് ദൈവം ഈ വലിയ കാര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളിൽ മറ്റൊരു വലിയ കാര്യമാണ്, അവളെ കൈവശപ്പെടുന്നവർക്ക് അവൾ ജീവൻ്റെ വൃക്ഷമാണ്. ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്, അവളെ കൈവശപ്പെടുന്നവർക്ക് അവൾ ജീവൻ്റെ വൃക്ഷമാണ്. ജ്ഞാനത്തെക്കുറിച്ച് അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവൻ്റെ വൃക്ഷമാണ്. ആ ജീവൻ്റെ വൃക്ഷത്തെ പിടിക്കാനായിട്ട് ദൈവം അവസരം തന്നാൽ തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും ലോകത്തിലെ ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 11:30 വേറൊരു തിരുവചനം കൂടി പറയുന്നുണ്ട്, നീതിയുടെ ഫലം ജീവൻ്റെ വൃക്ഷമാണ്. നീതിയുടെ ഫലം ജീവൻ്റെ വൃക്ഷമാണ്. നീതി പ്രവർത്തിക്കുന്നവന് കർത്താവ് ജീവൻ്റെ വൃക്ഷം കൊടുക്കുകയാണ്. ലോകത്തിലെ മനുഷ്യകുലത്തിന് വേണ്ടി നീതി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കർത്താവ് ജീവൻ്റെ വൃക്ഷത്തെ പിടിക്കാനുള്ള അവസരം കൊടുക്കുകയാണെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നീതിയുടെ ഫലം ജീവൻ്റെ വൃക്ഷമാണ്. നീതി പ്രവർത്തിക്കുന്നത് ജീവൻ്റെ വൃക്ഷത്തെ പിടിക്കാനായിട്ട് കർത്താവ് അവസരം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ കരുണയും വിശ്വസ്തയും പ്രതി അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവേ, വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ കരുണയും വിശ്വസ്തയും പ്രതി അങ്ങയുടെ തിരുനാമത്തിന് ഈ ലോകത്തിലും സ്വർഗത്തിലും എല്ലാ മഹത്വവും അങ്ങേക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നന്ദി കർത്താവേ, നന്ദി. അനുഗ്രഹിക്കപ്പെട്ട ഈ വീഡിയോ കാണുന്ന എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ടവരെ, ജീവൻ്റെ വൃക്ഷത്തെ പിടിക്കുന്ന ഓരോരുത്തർക്കും ദൈവം കൊടുക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അനേകം മനുഷ്യരെ ബൈബിളിൽ കാണാൻ പറ്റും. അബ്രഹാത്തെ കാണാൻ പറ്റും. അടിമത്തന്നെ ജീവിച്ച് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച വലിയ പ്രവാചകനായ മോശയെക്കുറിച്ച് പറയുന്നുണ്ട്. മോശ മരിച്ച സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇസ്രായേലിൽ പോയിട്ടുണ്ട്. ഇസ്രായേലിൽ ഈ മോശ മരിച്ച സ്ഥലം ദൂരെ നിന്ന് കാണാൻ പറ്റും. ഇവിടെയെല്ലാം അതിഭയങ്കരമായ തണുപ്പുള്ളൊരു പ്രദേശമാണ്. അതിനുശേഷമാണ് ജോഷുവയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ജോഷുവ ദൈവത്തിൻ്റെ ജീവവൃക്ഷത്തെ പിടിച്ചൊരു വ്യക്തിയായിരുന്നു എന്ന് തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ജീവവൃക്ഷത്തെ പിടിച്ചുകൊണ്ട് മോശ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുമായിരുന്നെന്ന് ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വായിച്ചാൽ ജോഷുവയുടെ പുസ്തകത്തിൽ ആദ്യ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിങ്ങൾ വായിക്കണം. അങ്ങനെയാണ് ജോഷുവയോട് ദൈവം പറയുകയാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം വിശുദ്ധീകരിക്കപ്പെടണം. ഓരോ മനുഷ്യനും ജീവൻ്റെ വൃക്ഷത്തെ പിടിക്കണമെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കുന്നതെന്ന് പറയുന്നത് ഇന്ന് പാപങ്ങൾ ഏറ്റുപറയാനുള്ള ഇഷ്ടംപോലെ സംവിധാനങ്ങൾ സമൂഹങ്ങളിലൊക്കെ ഉണ്ട്. അത് ഏറ്റുപറയണം. ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവം ആളുകളെ അയച്ചിട്ടുണ്ട്.
അതിന് നിയോഗിച്ചിട്ടുണ്ട്, അഭിഷിക്തരെ അയച്ചിട്ടുണ്ട്. ആ അഭിഷിക്തരോട് നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയണം. അതാണ് കർത്താവ് ജോഷുവയോട് പറഞ്ഞത്. അത് പാപം ഏറ്റുപറയാനുള്ളൊരു സംവിധാനം ഇല്ലാതെ ഇരുന്നതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നാളെ നിങ്ങളുടെ ഈ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറയാൻ കാരണം. പ്രിയപ്പെട്ടവരെ, ശക്തി ലഭിക്കാനായിട്ട് യെശയ്യാ 1:18 കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പാപം കടിഞ്ചുവപ്പാണെങ്കിലും മഞ്ഞ് പോലെ നിർമ്മലമായി തീരും. ആദവും ഹവ്വയും പാപം ചെയ്ത് കടിഞ്ചുവപ്പായ പാപം ചെയ്തു, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ സാത്താന് സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് അവർ പ്രവർത്തിച്ചു, പാപം ചെയ്തു. പക്ഷേ അവരെ കർത്താവ് ക്ലിഷ്ടമാർഗത്തിലൂടെ നയിച്ച് ഇന്ന് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വീണ്ടും നയിച്ചു കൊണ്ടിരിക്കുകയാണ്. കടിഞ്ചുവപ്പാണെങ്കിലും മഞ്ഞ് പോലെ നിർമ്മലമായി തീരുമെന്ന് അതോടർക്കം തൊട്ട് പറയുകയാണ്. നിങ്ങൾ പാപം എത്ര കടിഞ്ചുവപ്പാണെങ്കിലും മഞ്ഞ് പോലെ. മഞ്ഞ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാമ്മ ഈ ജീവവൃക്ഷത്തെ പിടിച്ച വ്യക്തിയാണ്. ഇതിനെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പരിശുദ്ധ മറിയം നമുക്ക് വെളിപ്പെടുന്നത്. വീണ്ടും 2 ദിനവൃത്താന്തങ്ങൾ 19:9 ഒരു കാര്യം പറയുകയാണത്. തൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കാൻ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു എന്നാ പറയുന്നത്. തൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കാൻ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. ഭൂമിയിലുടനീളം പായുകയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടികൾ. കാരണം ആരൊക്കെ ദൈവത്തിൻ്റെ ജീവവൃക്ഷത്തെ പിടിക്കാനായിട്ട് ദൈവത്തിൻ്റെ നിഷ്കളങ്കമായി ജീവിക്കുന്നുണ്ടെന്നും നിഷ്കളങ്ക ഹൃദയത്തോടെ വർത്തിക്കുന്നുണ്ടെന്നും കർത്താവ് അവർക്കെല്ലാം നീതിയുടെ വൃക്ഷമായ ജീവൻ്റെ വൃക്ഷത്തെ പിടിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ മറ്റൊരു വലിയ കാര്യം കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. അവിടുന്ന് എൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. അവിടുന്ന് എൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും ദൈവത്തിൻ്റെ സർവ്വശക്തിയും കൊടുത്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ശക്തിയിൽ തന്നെയാണ്. ദൈവത്തിൻ്റെ സർവ്വശക്തിയും മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സർവ്വ ജീവജാലങ്ങളെ അടക്കി ഭരിക്കാനും സർവ്വ വൃക്ഷഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കാനും നന്മ വൃക്ഷം ഒഴികെ ബാക്കി എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യന് ദൈവം കൊടുത്താണ്. മനുഷ്യനെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവനെ പോയി നന്മതിന്മയുടെ വൃക്ഷത്തിൽ പോയി പിടിച്ചതാണ് ഇന്ന് മനുഷ്യകുലം മുഴുവൻ നശിക്കാനായിട്ട് കാരണമായത്. അവിടുന്ന് തൻ്റെ ശക്തിക്ക് സദൃശമായി ശക്തി നൽകുകയും തൻ്റെ സ്വാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ സ്വാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ദൈവവചനം പറയുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് തൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി അപ്പോൾ മനുഷ്യനിലുണ്ട്. ദൈവത്തോട് ചേർന്ന് ഈ ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന അനുസരിച്ചാൽ അവന് ദൈവത്തിൻ്റെ ശക്തിയെല്ലാം ലഭിക്കും. ഈ വൃക്ഷത്തെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ പറഞ്ഞു. ജ്ഞാനം 16:22 അത് വ്യക്തമായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയും. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും, ദൈവത്തിൻ്റെ ജ്ഞാനം തരും. ഇതെല്ലാം ഈ ജീവവൃക്ഷത്തെ പിടിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ തകർച്ചകളിൽ, അതായത് ആദ്യത്തെ നബി കുടുംബജീവിതം അവരെ വിട്ടു, ലോകത്തിലേക്ക് അധ്വാനിക്കാനായിട്ട് വിട്ടു, കഷ്ടപ്പെടാനായിട്ട് വിട്ടു. അവരെല്ലാം അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നന്മതിന്മയുടെ വൃക്ഷത്തിലൂടെ ലോകത്തിൻ്റെ ജീവിതം നയിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം സർവ്വലോകത്തെയും രക്ഷിക്കുവാനായിട്ട് ദൈവം പറഞ്ഞ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. അത് എപ്പോഴാണ് കേൾക്കേണ്ടതെന്നും യേശുക്രിസ്തു തന്നെ നമ്മൾ കാണിച്ചു തന്നു. തൻ്റെ സാത്താനെ പരാജയപ്പെടുത്താനായിട്ട് സാത്താനെ കീഴ്പ്പെടുത്തുക ചെയ്തത്. സാത്താൻ എങ്ങനെ കീഴ്പ്പെടുത്തി? കുരിശിൽ മരിച്ചപ്പോൾ സാത്താൻ വിചാരിച്ചു ഈവൻ മരിച്ചു. പക്ഷേ അവിടെ ദൈവം ലോകത്തെ മുഴുവൻ പിടിച്ചെടുക്കുകയായിരുന്നു, ലോകത്തെ മുഴുവൻ കീഴടക്കുകയായിരുന്നു. യേശുവിൻ്റെ കുരിശിലൂടെ യേശുവിൻ്റെ രക്തം ഒഴുകിക്കൊണ്ട് ആ രക്തത്തിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിച്ചുകൊണ്ട് എന്നെ പാപം കടിഞ്ചുവപ്പായ എൻ്റെ പാപം കടിഞ്ഞുവപ്പാണെങ്കിലും മഞ്ഞ് പോലെ നിർമ്മലമാക്കി കർത്താവിൻ്റെ കുരിശ് മരണത്തിലൂടെ ഞാനും നിങ്ങളും പരിശുദ്ധ അമ്മയെ പോലെ നിർമ്മലമായി തീരുകയാണ്, വിശുദ്ധമായി തീരുകയാണ്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും സമത്വം അനുഗ്രഹിക്കട്ടെ. ചാനൽ കാണുന്നവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനും എല്ലാവരും ഈ ശുശ്രൂഷ കേൾക്കുവാനായിട്ട്, അവയെ ജീവവൃക്ഷത്തിൽ പിടിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, അവയെ പ്രഭാതത്തിൽ ഞങ്ങളൊക്കെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, കുരിശിലൂടെ ഭാരമുള്ള കുരിശിലൂടെ ഗാവുത്തമലയിലേക്ക് ചുമന്നുകൊണ്ട് പോയപ്പോൾ ഒഴികെ അനുഗ്രഹങ്ങൾ, കുരിശിൽ മരിച്ചപ്പോൾ അന്ധനായ ലുങ്കിമോസിനെ സൗഖ്യപ്പെടുത്തതുപോലെ അന്തർക്ക് കാഴ്ച കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം മനസ്സിലാക്കുവാൻ കഴിയാത്ത എല്ലാ അന്ധരായുള്ള ഹൃദയത്തിലുള്ള അന്ധകാരം വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അന്ധകാരശക്തിയിൽ കെട്ടപ്പെട്ട സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി കത്തിച്ചാമ്പലാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളെല്ലാവരും മനുഷ്യ സൃഷ്ടികളാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല, എല്ലാ യോഗ്യതയും ഉള്ള ദൈവത്തിൻ്റെ മഹത്വം തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ,
അനേകരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അനേകർക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. അനേക സാമ്പത്തിക കൃപകൾ ദൈവം കൊടുക്കുന്നുണ്ട്. ഹാലേലിയ, ഹാലേലിയ. കുടുംബജീവിതങ്ങൾ തകർന്നു പോയവർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഈ ശുശ്രൂഷ വ്യക്തമായി കണ്ട് ഇതുപോലെ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കാൻ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകാൻ പോവുകയാണ്. ഹാലേലിയ, ഹാലേലിയ, ഹാലേലിയ. ദൈവമേ ആരാധന, ആരാധന. കർത്താവേ നന്ദി, പിതാവേ നന്ദി, അപ്പാ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹാലേലിയ. ദൈവമേ നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ.